ഇന്നത്തെ നമ്മളെ വീട്ടിലെ കുഞ്ഞു നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഉമ്മച്ചി രാവിലെ തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി കാണട്ടോ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. ഇന്ന് ബീഫാണ് കിട്ടിയത്. അപ്പോൾ ബീഫ് ഏകദേശം 1 കിലോഗ്രാം ഉണ്ട്. അതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി, ഒരു ചെറിയൊരു സവാള, അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോഴേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയുള്ളി കേട്ടോ. ചെറിയുള്ളി കുറച്ച് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ബീഫ് കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുറിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്ത് ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കറി കുറച്ച് ലൂസായിട്ടുള്ളൊരു കറി കേട്ടോ. കാരണം നമ്മൾ പത്തിരിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ഒഴിച്ചോളൂ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മളിത് ഏകദേശം ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. അധികം വേവില്ലാത്ത ബീഫാണ്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി കൊടുക്കണേ. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടോ. ഇതെന്തിനാണെന്ന് അറിയാം, നമ്മളെ സമൂസ ഉണ്ടാക്കാനായിട്ടാണ്. വെജിറ്റബിൾ സമൂസയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഇഫ്താർ സമയത്ത്. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കണ്ടില്ലേ, കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടും, അത്രയും സോഫ്റ്റായി. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വേവിച്ച് ഇവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ. അതിലേക്കുള്ള മസാല, നമ്മളെ സമൂസ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ സവാള, ചിക്കൻ മസാല, കുറച്ച് എരിവുള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പൊട്ടറ്റോ ചെറുതായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും, ഒരു പച്ചമുളകും, കുറച്ച് കറിവേപ്പില, അതെല്ലാം കൂടി ഇട്ട് മിക്സാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയണില്ല. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോ വീട്ടിലും ഓരോ രീതിയിലാവും നമ്മൾ നോമ്പ് തുറ. നമ്മളെ വീട്ടിലധികം ലാവിഷല്ല എന്ന് തോന്നുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകാനായിട്ട് അവിടെ ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ സമൂസക്കൂട്ട് ഇതുപോലെ ഇങ്ങനെ ചൂടാറാനായിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് അധികം ചൂട് പാടില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഇത് രാവിലെ വേവിച്ച് വെച്ചാണ്. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്നുകൂടി കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് കൊടുത്താൽ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഉമ്മച്ചത് അവിടെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നോമ്പ് കാലമായിട്ടുണ്ടെങ്കിൽ, അതായത് റമളാൻ മാസത്തിൽ എന്നും പത്തിരി ഉണ്ടാവുക. കാരണം പത്തിരി ആകുമ്പോൾ അത്താഴത്തിനും അത് തന്നെ മതി. അപ്പോൾ ആ പത്തിരി ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചിക്ക് റമളാൻ മാസം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമുണ്ട്, നമ്മളെ തരിക്കഞ്ഞി. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സേമിയ, കുറച്ച് സാബൂനരി, ഒരു 2 ഏലക്കായ. അപ്പോൾ ഇത് നമ്മൾ തരിക്കഞ്ഞിക്കുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളക്കുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും നമ്മൾ ആ മാറ്റി വെച്ചുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് ഒരു നുള്ളുപ്പ്, അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്ത് അതവിടെ തിളക്കാൻ വെച്ചാണ്. ആ ഒരു സമയത്ത് ഇതവിടെ പെങ്ങൾ വന്നിട്ട് നമ്മളെ സമൂസ ചുറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ. ഞാനിതുപോലല്ല ഷീറ്റിട്ട് മടക്കി ചുറ്റൽ, ഞാൻ വേറൊരു രീതിയിലാണ് കേട്ടോ മടക്കുക. അപ്പോൾ ഇവള് ഈ ഒരു രീതിയിലാണ് ചുറ്റിയെടുക്കുന്നത്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഓള് ചുറ്റുന്ന രീതി ഇതുപോലെയാണ്, ഞാൻ ചുറ്റുന്നത് ഇതുപോലെയല്ല. ഇതുപോലെ മൈദമാവൊക്കെ ഇട്ടിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്, പക്ഷേ ഇതുപോലെയല്ല ഞാൻ ചുറ്റുന്നത്. പക്ഷെ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഇതെവിടെ എന്തോ ഒന്ന് അനൗൺസ്മെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വോയിസ് ഓവർ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കേൾക്കുകയാണെങ്കിൽ കേട്ടോട്ടെ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചുറ്റി എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് മൈദപ്പശ തേച്ച് ആ ഒരു രീതിയിലാണ്. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലല്ല ഇത് മടക്കിയെടുക്കണത്, റോൾ ചെയ്തെടുക്കണത്. അപ്പോൾ ഈ ഒരു സൈസിൽ, പക്ഷേ ചുറ്റി വരുമ്പോൾ ഒക്കെ ഈ ഒരു ഷേപ്പിലാവും, സമൂസ ഷേപ്പിൽ. അപ്പോൾ ഈ ഒരു വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ആവശ്യത്തിന് നമ്മുടെ റവ ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ. തരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ റവ ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടിയുള്ള തരിയാവും. അപ്പോൾ തരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് റവ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടത് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്
എൻ്റെ മൂത്തച്ചിയാണ്, അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ്. അപ്പോൾ അവരിത് നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള മധുരമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ആയിട്ട് എടുക്കണില്ല, ഒരൊറ്റ പാല് നല്ല കട്ടിപ്പാലാണ് എടുക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ തിളച്ച് തൂവണ്ട, അപ്പം തരി കുടിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഒന്ന് തിള വന്നാൽ മതി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളെ സമൂസ പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഇങ്ങനെ സമൂസ ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളറിലായി വരുമ്പോൾ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അപ്പം നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണോ മസാല ഉണ്ടാക്കിയത് അത്രയും പൊതിഞ്ഞെടുക്കും. എന്നിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുക. നമ്മളെ മുത്തായത്തിനുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറിയരിക്കഞ്ഞിയാണ്, പൊടിയരിക്കഞ്ഞി എന്ന് പറയും. അപ്പോൾ അതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ തരിക്കഞ്ഞിയും ഇവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തരിക്കഞ്ഞി കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ല കേട്ടോ. നല്ല ചൂടാറി കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതിലോട്ട് നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് താളിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും ഇവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചണേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ, നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കി അതും മാറ്റി വെച്ചാണ്. സമൂസ ഇവിടെ പൊരിച്ചു കോരി ഇതുപോലെ അതും മാറ്റി വെച്ചാണ്. ഇനി എന്താ പരിപാടി? ഇനി വേറൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ കറി ഉണ്ടല്ലോ, ബീഫ് കറി, അതൊന്ന് താളിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. നല്ല ഗോൾഡൻ കളറിലായി വരുന്നത് വരെ മുരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ മുരിച്ചിട്ട് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതുകൊണ്ട് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും തയ്യാറായി. അപ്പോൾ എന്താ വേണ്ടത്? ഇന്നൊരു സിമ്പിളല്ലേ? അതോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു നോമ്പ് തുറ ഇന്ന്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ, ബൈ.